മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞു മരിച്ചു. ഈ ഒരു വാർത്ത വന്ന ശേഷം ഒരുപാട് അമ്മമാരുടെ മെസ്സേജ് ഉണ്ട്. ഡോക്ടർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കുഞ്ഞിന് പാല് കുടിച്ച് മൂക്കി കയറ്റുന്ന ഒരു സ്വഭാവമുണ്ട്. എന്താ ഞാൻ അറിഞ്ഞിരിക്കേണ്ടത്? പാല് ശരിക്കും തൊണ്ടയിലല്ല കുടുങ്ങുന്നത്. പാല് കുടുങ്ങുന്നത് ശ്വാസനാളത്തിലാണ്. അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ശരിയായ പൊസിഷനിൽ തന്നെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റായിട്ട് തന്നെ കുഞ്ഞിനെ ലാച്ച് ചെയ്ത് വേണം ഫീഡ് ചെയ്യാൻ. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ ബർപ്പ് ചെയ്യണം. നല്ലവണ്ണം ബർപ്പ് ചെയ്ത ശേഷം മാത്രം കുഞ്ഞിനെ കിടത്തുക. ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് ഉടനെ കിടത്തി കഴിയുമ്പോൾ വൊമിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് മാത്രം കിടത്തുക. അപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് സക്ക് ചെയ്ത് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ അമ്മയ്ക്ക് നല്ല ഫ്ലോയിലായിരിക്കും പാല് വരുന്നത്. ഭയങ്കര ജെറ്റായിട്ട് പാല് വരുമ്പം കുഞ്ഞ് പെട്ടെന്ന് വലിച്ചു കുടിക്കുമ്പോൾ മൂക്കി കയറാനും വൊമിറ്റ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ അമ്മമാർ ആദ്യം പാലൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിപ്പിളിൻ്റെ തൊട്ട് മുകളിലത്തെ ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് പാല് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വോമിറ്റ് ചെയ്ത് ആസ്പിറേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ചിലപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെയുള്ള പ്രശ്നമുള്ള കുട്ടികളുണ്ട്. കിടത്തി കഴിയുമ്പോൾ ഉടനെ തന്നെ മൂക്കി കയറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കിടക്കുന്ന ഫ്ലാനലിൻ്റെ അടിയിൽ ചെറിയൊരു ടർക്കിയോ ചെറിയ രീതിയിലൊന്ന് ഹൈറ്റ് വെച്ച് ഇങ്ങനെ തലയൊന്ന് പൊക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് മൂക്കി കയറാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാനും പറ്റും. ഇങ്ങനെയുള്ള അപകടം സംഭവിച്ച അമ്മമാർ പാനിക് ആവാതെ കുഞ്ഞിനെ കമത്തി കിടത്തുക. കയ്യിൽ 1 വയസ്സ് താഴെയുള്ള കുട്ടിയാണ് ഇങ്ങനെ കിടന്ന് ഷോൾഡർ ബ്ലേഡിൻ്റെ നടുക്ക് ബാക്ക് സ്ലാബ് 5 തവണ കൊടുക്കുക. തിരിച്ച് കിടത്തുക. കുഞ്ഞ് അനങ്ങുന്നില്ല, ഹൃദയം എടുപ്പില്ല എന്ന് കണ്ടാൽ നേരെ ചെസ്റ്റ് കംപ്രഷൻ 5 തവണ കൊടുക്കുക. തിരിച്ച് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക.